ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പഴം വെച്ചിട്ടൊരു കട്ട്ലൈറ്റ്. ഈ പഴം കൊണ്ടാണ് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മളിതാ ചെമ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് പഴം ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്നായി വരട്ടെ. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരി നമുക്കൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇപ്പം മുന്തിരി അണ്ടിപ്പരിപ്പും വഴറ്റിയതിന് ശേഷം നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയെടുത്തതിന് ശേഷം ഇതിൽ തന്നെ നമുക്കിതാ തേങ്ങ ഞാൻ ചിരവി വെച്ചത് ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് തേങ്ങ ഒന്ന് ഫ്രൈ ആക്കാം. തേങ്ങ ഒന്ന് ചോർന്ന് വരട്ടെ. നമ്മളെ പഴം ഇടാം. നമ്മളെ പഴം വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് തേങ്ങ ഒരു കളറ് മാറി തൊട്ട് ഇത്ര മതി. അപ്പം പഴം നമുക്കൊന്ന് അതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. സ്പൂണ് വെച്ചൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാം. നമ്മളെ പഴം ഞാനിതാ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത തേങ്ങ ഇട്ടോട്ടെ. നമ്മൾ ഈ അണ്ടിപ്പരിപ്പും ഇട്ടോട്ടെ. കുറച്ച് ഒരു ബ്രെഡ് പൊടിച്ചത് അതും കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സാക്കാം. നമ്മൾ കട്ട്ലേറ്റിന് അതേ ഷേപ്പിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടി വെക്കാം. അതേ ഷേപ്പിൽ കൂടി ഞാൻ കട്ടെ. ഇതുപോലെ എല്ലാം നമുക്കിത് അങ്ങനെ അതേപോലെ കട്ട്ലറ്റ് ഷേപ്പിൽ എല്ലാം ഉണ്ടാക്കി വെക്കാം.
കട്ട്ലേറ്റ് ഇത് അവിടെ എല്ലാം ഞാൻ കട്ട് ചെയ്തത് നല്ല അതേപോലത്തെ ഷേപ്പിൽ ഇവിടെ ഞാൻ എല്ലാം ഒട്ടി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് ഇതിപ്പോൾ ഇതാ ഒരു മുട്ട ഞാൻ എടുത്തിട്ട് ഇതൊന്ന് വേണം നല്ലോണം അടിക്കാം മുട്ട. ശേഷം ഇത് കട്ട്ലേറ്റ് എടുത്ത് ഇതാ ഇതിലേക്ക് മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇടാം. ഇതേപോലെ തന്നെ എല്ലാം ഇതേപോലെ എടുത്ത് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് മുക്കിയിട്ട് എല്ലാം ഇതേപോലെ തന്നെ മുട്ടയിൽ നമ്മൾ ഈ പപ്സ് മുക്കുക, ബനാന പപ്സ് മുക്കുക, എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇടാം. ഇപ്പം നല്ലോണം ഒന്ന് ഇതിനെ കോട്ട് ചെയ്യാൻ. എന്നിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാത്രം ഇതാക്കാം, ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ വെച്ച് എണ്ണ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ നല്ലൊന്ന് അധികം ചെറിയ തീയിലാണ് ഇതാക്കാൻ പറ്റൂ. ഇപ്പം ബനാന ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, പഴമല്ല വേഗം കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് ഇതൊന്ന് ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഭാഗം നല്ലോണം ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ശേഷം അത് കൂടി ആ ഭാഗം കൂടി പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. പ്ലേറ്റ് എടുക്കണം. അപ്പം എല്ലാം ഇതങ്ങനെ നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞ് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെ ബനാന കട്ട്ലേറ്റ് ഇതാ ഇവിടെ റെഡിയായതാ. ഞാൻ പൊരിച്ചതാ റെഡിയായതാ ഇവിടെ വെച്ചിട്ട്. അപ്പോൾ പഴവും തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം, ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ ഏതാണെന്നുള്ള കമൻറ്റ് അയക്കാം. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.